ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും വാനിലയുടെ ഫ്ലേവറും കൂടെ ഒരുമിച്ച് മിക്സ് ആയിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു മാർബിൾ കേക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാർബിൾ കേക്ക് ഉണ്ടാക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് 2 പ്രാവശ്യം അരിച്ചെടുക്കണേ. 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു അല്പം ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടവിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തായിരുന്നു. 100 ഗ്രാം അൺസോൾട്ടഡ് മെൽറ്റഡ് ബട്ടറാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണേ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് പകുതി വാനിലയുടെ മിക്സ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ ചോക്ലേറ്റിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. അതിലും വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ തേച്ചിട്ട് അതിലേക്ക് കുറച്ച് മാവും കൂടി ഡസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതുപോലെ ഇടവിട്ട് ചോക്ലേറ്റിനെ വാനിലയുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ആക്കി വയ്ക്കാം. ഇനി നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാവേ. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് അഗാരോ മാർവൽ OTG ഓവനിലാണ്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു ഓവനാണ്. ഇതിൽ ബേക്കിംഗ് മാത്രമല്ല കേട്ടോ, ഗ്രില്ലിങ്ങും അതുപോലെ ടോസ്റ്റിങ്ങും റോസ്റ്റിങ്ങും റോട്ടിസറിയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കിച്ചണിലെ പണി എളുപ്പമാക്കാൻ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു അഗാരോയുടെ OTG ഓവൻ. 48 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിൽ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20-25 മിനിറ്റ് 170 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഓവൻ വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ.